ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആയിട്ടുണ്ട്. ചെക്കപ്പിന് പോകണം. തിങ്കളാഴ്ച പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഞാനിതാ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അടിക്കൽ തുടക്കൽ തിരുമ്പൽ പറഞ്ഞ പോലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് അധികം ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടാം. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട്. കൂട്ടാൻ വെക്കണം. മെഷീനിൽ ഇന്നലെ 2 ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇരുന്ന് അടിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം 7th മന്ത് ചെക്കപ്പ് പോണതിൻ്റെ മുമ്പ് എനിക്കൊരു ഡ്രസ്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ തിരക്കുകളൊക്കെ ആയിട്ട് പച്ചക്കറി കട്ടിങ് പരിപാടിയിലാണ് ഞാൻ. മുട്ടക്കോസും കൈപ്പക്ക ചാറും വെച്ച് മുട്ടക്കോസ് ഉപ്പേരിയും വെക്കാൻ വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും പപ്പടം എന്തെങ്കിലും പൊരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് മീൻ വാങ്ങാനുള്ള വേണ്ടാന്ന് വെച്ചു. കുറച്ച് സ്റ്റിച്ചിങ് മെഷീനിലിരിക്കണം. അപ്പോൾ ഇതൊക്കെ നന്നാക്കി പിടിച്ചെടുക്കും. ഇപ്പോൾ ടൈമാവും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അടിക്കലും തുടക്കലോ നമ്മുടെ പണി ഒത്തിരി കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് മീൻ വേണ്ട വിചാരിച്ചു ഗൈസ്. അപ്പോൾ കൈപ്പക്ക പുളി വെച്ചാൽ ഇക്കാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ കൂട്ടൂല കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനേക്ക് കഴിക്കും. പിന്നെ പിറ്റേ ദിവസത്തിന് ബാലൻസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. പിന്നെ വെണ്ടക്ക വന്നിങ്ങനെ പുളി വെച്ച് എനിക്കിഷ്ടമാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ പണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വേറെന്താ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ മാഷാ അല്ലാഹ് ഇങ്ങനെ പോന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വഴുകി അതെ, പെട്ടെന്ന് വരും വിചാരിച്ചില്ല. ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിക്കല് തുടക്കല് വാരല്. അപ്പോ പെട്ടെന്ന് ടൈം വിട്ടുപോയി. ഒക്കെ വന്നിട്ട് വെയിറ്റ്. ഞാൻ പൊരിഞ്ഞിട്ട് വേയും ചെയ്യുന്നത് ആവാനായിട്ടുണ്ട്. മുട്ടക്കോസ്പിരി ആയിട്ടുണ്ട്. പിന്നെന്താണ്, കൈപ്പക്ക പുളിയിൽ തേങ്ങ ഒഴിക്കണം, താല്പര്യം അത്രേ ഉള്ളൂ. പിന്നെ പപ്പടം ഒന്ന് കാച്ചു. വിശന്നിട്ട് വന്ന ആള്. പക്ഷെ എങ്ങനെ വിചാരിച്ചില്ല അല്ലേ, എപ്പോഴും വരുമ്പോ ആക്കി വെക്കാം. അപ്പോൾ 3 മണി 4 മണി വരും വൈകി. ഇന്ന് ഇത്തിരി നമ്മൾ വൈകിയപ്പോ നേരത്തെ വന്നു. കഴിഞ്ഞ പെട്ടെന്ന് പൊരിഞ്ഞും കൊണ്ട് നമ്മള് ടുഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? കൈപ്പയ്ക്ക് തേങ്ങ അരച്ച കറി, പപ്പടം ചൂടോടെ, പിന്നെ മുട്ടക്കോസ് ഉപ്പേരി, പപ്പടം, പിന്നെ ഇന്നലത്തെ മീൻ പൊരിച്ചത് ലേശുണ്ട്, അച്ചാറുണ്ട്. പോരെ, ഒരു സ്പൂൺ എടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ. എങ്ങനെയുണ്ട് കറി? പൊരിഞ്ഞ് ചെയ്തതാണ്, സ്പീഡ് ചെയ്താണ്. നന്നായിട്ടുണ്ടോ? അച്ചാറ് ഉപ്പേരി. ഇപ്പം നമ്മുടെ ടുഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഫോട്ടോ പ്ലീസ് ഒന്നുകൂടി. നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഷനിൽ ഇരുന്നിട്ട് പിന്നെ എണീക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല. ഒരു 1/2 മണിക്കൂറും കൊണ്ട് നമുക്ക് ഒരു ബ്ലൗസ് തീർക്കാൻ പറ്റുമോയെന്ന് നോക്കാം. ആദ്യമൊക്കെ ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു സാധാ ബ്ലൗസ്, ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ഞാൻ തീർക്കും. 20 മിനിറ്റാണ് എൻ്റെ കണക്ക്. ലൈനിങ് ബ്ലൗസ് 3/4 മണിക്കൂർ. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ കണക്കൊന്നുമില്ല. അടിച്ചാൽ മതി മാത്രമേ ഉള്ളൂ. ബ്ലൗസ് ഉണ്ട് ചെയ്യാൻ.
അപ്പോൾ ഒരു അരമണിക്കൂറും കൊണ്ട് ഒരു ബ്ലൗസ് ചെയ്താൽ അരമണിക്കൂറും കൊണ്ട് ഇനി ഒരു ബ്ലൗസ് കൂടി ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലൗസ്. രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്താണ്. ഇതാണ് എടുക്കാൻ പോകുന്നത്. ഷോപ്പൊക്കെ ഇടണം വിചാരിച്ചാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഷോപ്പ് ഇടാൻ പറ്റിയില്ല. ഓണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പൊക്കെ ഇടാമെന്ന് ആഗ്രഹം അതായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ സാഹചര്യത്തിൽ വീട്ടിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിച്ചോ തമ്പുരാനെ അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്കൊരു വേറെ പ്ലാൻ എന്താ പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ഫാമിലിയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന മാതിരിയൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അളവെടുത്തിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഓക്കെ ആയാൽ പിന്നെ ഷോപ്പിക്കൊന്നും പോകണ്ട. മക്കളെ നോക്കി ഇവിടുത്തെ കാര്യം നോക്കിയിട്ട് സുഖമായിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടവും നടക്കും, എൻ്റെ ജോലിയും കൊണ്ടുപോകാൻ പറ്റും, മക്കളുടെ കാര്യം കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ യൂട്യൂബൊന്നും ആദ്യം പൊന്തി വരണം, സബ്സ്ക്രൈബറൊക്കെ കൂടി ചാനലൊക്കെ ഒന്ന് ഉഷാറായാലേ ഞാൻ വിചാരിച്ച കാര്യമൊക്കെ നടക്കുള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ 2 ബ്ലൗസ് ഒരേ അളവായതും കൊണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുമിച്ചാണല്ലോ തുണി വെച്ച് കട്ട് ചെയ്ത്. അപ്പം നമ്മൾ അടയാളപ്പെടുത്തലും ഒരുമിച്ച് ആ തുണിയിൽ ഈ തുണിയിലും കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ അരമണിക്കൂറും കൊണ്ട് അടിക്കാമെന്ന് പറഞ്ഞ ബ്ലൗസ് കറക്റ്റ് 5:15 ഇരുന്നത്. ഇപ്പം 5:52 ആയിട്ടുണ്ട്. അപ്പോൾ 55 ആയി. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തീർന്നു. അപ്പോൾ നമ്മളൊരു ബ്ലൗസ് അരമണിക്കൂർ കൊണ്ട് അടിച്ചു. ഞാൻ എപ്പോഴും ബ്ലൗസ് അടിക്കുമ്പോഴോ ചുരിദാർ അടിക്കുമ്പോൾ ഫ്രോക്ക് അടിക്കുമ്പോഴൊക്കെ ടൈം നോക്കി ടൈം വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതെനിക്ക് എപ്പോഴും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബ്ലൗസ് കഴിഞ്ഞു. ഇനി ഒരു കട്ടൻ ചായ കുടിക്കട്ടെ പോയിട്ട്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ബ്ലൗസ് കൂടി ചെയ്യാണ്ട്, ഈ ബ്ലൗസ് കൂടിയും ചെയ്യാണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം. അപ്പോൾ അതിന് നൂലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടൻ ചായ വെച്ചിട്ട് കട്ടൻ ചായയും റസ്കും കുത്തിയിട്ട് കഴിക്കാം. തന്നെ ഇന്നലെ 12:45 അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞതും ഇരുന്ന് കംപ്ലീറ്റ് ആക്കി. അതിന് നമ്മൾ 2 ബ്ലൗസും കംപ്ലീറ്റ് ആക്കി. ഇന്നലെ വൈകുന്നേരം കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇരുന്നു. പിന്നെ ഫോണൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ നല്ല സമയം പോയി. അപ്പം ഇന്നലെ 3/4 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഇരുന്നിട്ട് സ്ലീവ് വെച്ച് കൂട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്തു. അങ്ങനെ നമ്മുടെ 2 ബ്ലൗസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കൊളുത്ത് വെക്കാൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.